അങ്ങനെ നമ്മുടെ ചീതുവിന്റെ കല്യാണം ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കല്യാണ ചെക്കന് മടി ഹൽദി ആക്കാനും മഞ്ഞ തേക്കാനല്ല, അതുകൊണ്ടാണ് മഞ്ഞ കഴിഞ്ഞില്ല മഞ്ഞാക്കാൻ പറഞ്ഞത്. നിങ്ങളെല്ലാം മഞ്ഞിട്. ഇതാണ് ശ്രീധുവിന്റെ മാമൻ. അങ്ങ് അകത്തുനിന്ന് ഓടിപ്പടച്ച് വന്ന് എന്നെ കൂട്ടുന്നില്ലാന്നും പറഞ്ഞിട്ട് ഫുള്ള് മേക്ക് ഓവറെല്ലാം ചെയ്തിട്ട് നാളെ ഇവര് കണ്ടാൽ മനസ്സിലായി. 3 മുഖം ഇപ്പൊ നോക്കി വെച്ചോ. എങ്ങനെയുണ്ട്? ഞാൻ സെലക്ട് ചെയ്തത് അല്ല, ഞാൻ സെലക്ട് ചെയ്ത് അല്ലാതെ ഞാൻ പറഞ്ഞത് കേട്ടാ. ഓക്കെ, അമ്മ എടുത്തു. അത് അമ്മേനെ കാണിച്ചു തന്നു. വേണ്ടി പ്രാർത്ഥിക്കണം, ഇവനെ അനുഗ്രഹിക്കണം. അങ്ങനെ കല്യാണ ദിവസം രാവിലെ ആകുമ്പോ നമുക്ക് ഓർമ്മ വന്നത് വണ്ടി കഴുകിയിട്ടില്ല, ഫുള്ള് അല്ലല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ലാസ്റ്റിൽ നമ്മളെല്ലാം ചെയ്യും. നിങ്ങള് പിന്നെ ഇറങ്ങാൻ നോക്കുമ്പോ മേക്കപ്പ് എല്ലാം ഇടുക, അതുപോലെ തന്നെയാണ് നമ്മുടെ വണ്ടിയിലെ കാര്യം. ഇറങ്ങാൻ നോക്കുമ്പോ വൃത്തിയായ മതിയല്ലോ. അന്നേരം ഓർമ്മ. അപ്പൊ രാവിലെ എണീച്ചിട്ട് അതിരാവിലെ എണീച്ചിട്ട് ഞാൻ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്നു. കല്യാണ പെണ്ണ് വീടിന്റെ അകത്ത് ഇരുന്നിട്ട് മേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. കല്യാണ പെണ്ണ് ഒന്നിച്ച് പോകാനുള്ള പെണ്ണുങ്ങളെല്ലാം ഇവിടെ ഫോണും പിടിച്ച് നിൽക്കുന്നുണ്ട്. അവരും പുറത്തേക്ക് മേക്ക് ഓവർ ചെയ്യുന്ന പറയുന്നത്. എണീച്ചില്ല, എണീച്ചില്ല. അപ്പൊ ഓക്കെ, ഏതായാലും വണ്ടി കേട്ടെ. നമ്മള് കല്യാണത്തിന് പോകും. ഈ പല്ലേക്ക് നമ്മൾ നേരത്തെ പല്ലേച്ചു. എവിടെ പോണ്ട് എന്നാ അന്ന് സംഭവം? ആരെ കല്യാണം? ആരെ കല്യാണോ? നിനക്ക് മേക്കപ്പ് ചെയ്യണ്ടേ? അമ്മയുടെ സാരി ഉടുക്കൽ. പക്ഷെ അതിനെക്കാട്ടെ നല്ലൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണ്? ഇതെന്താ ഈ സാധനോ? ഇതെന്താ ഈ സാധനോ? ഇതേത് ടൈപ്പ് ഡ്രസ്സാ? നേപ്പാളി സ്റ്റൈലാ? അല്ലണേ പറഞ്ഞത് നമ്മളത് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് കല്യാണ പെണ്ണ് നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ളത്, കല്യാണ ചെക്കന് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം സംഭവം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല അല്ലേ. ഒരു സർപ്രൈസ് ആയിരുന്നു ആദ്യം കാണിക്കാന്ന് വിചാരിച്ചാ. പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഇത് വരും. അതുകൊണ്ട് പെണ്ണിനെ കാണിച്ചില്ല. ഇല്ലില്ല. അപ്പോ പെണ്ണ് നേപ്പാളിയാണ്. നേപ്പാളില് കാഠ്മണ്ഡു എന്നല്ലേ പറഞ്ഞേ? കാഠ്മണ്ഡു എന്നാന്ന് പറഞ്ഞത്. നമുക്ക് ആകെ ആടെ ആ ഒരു സ്ഥലം അറിയാം. ഞാൻ കൊണ്ട് ആടത്തേക്ക് ആക്കുന്ന ആളെ. അപ്പോൾ ആടുന്നാന്ന് വന്നിട്ടുള്ളത്. അരുണി എന്നാണ് പേര്. ഹിന്ദിയാണ് കേട്ടോ, മൊത്തം ഹിന്ദിയാണ്. മലയാളം നമ്മൾ പറയുന്നത് മനസ്സിലാവും. പക്ഷേ അവിടെ നമ്മൾ ഇവിടെ തന്നെ വന്നിട്ട് നമ്മളെ വീട്ടിൽ തന്നെയായിരുന്നു താമസം. അപ്പോൾ ഇന്ന് കല്യാണം. അപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ട് ഇവിടെ തന്നെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് മേക്ക് ഓവറും കാര്യങ്ങളും നടന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല കേട്ടോ, അതാണ് ഇപ്പം ഒന്ന് പറഞ്ഞത്. അടുത്ത് സത്യനെങ്കിൽ ഇപ്പം കണ്ടത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള ചടങ്ങാണ്, അരിനൊരിക്കൽ ചടങ്ങ്. നമ്മൾ കാരണം വേറെ ഇല്ലല്ലോ, നമ്മൾ ഇവിടെ നിന്ന് തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കാരണൊരു വീട്ടിൽ അച്ഛനും മാമനും അമ്മയും ഇവരെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ അരിനൊരിക്കൽ ആ ചടങ്ങ് കഴിഞ്ഞത്. ഇനി നമ്മൾ ഇവിടുന്ന് മണ്ഡപത്തിലേക്ക് ഇപ്പം പോകും. എനിക്കൊരു 2-3 ട്രിപ്പ് അടിക്കേണ്ടി വരും കേട്ടോ, ഇത്ര ആളുണ്ട് ഇവിടെ. അങ്ങനെ കല്യാണ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നത്. ഇല്ലപ്പാ, അടുത്തതായി ചെക്കൻ്റെ അരിനൊരിക്കൽ.
അപ്പുറ സൈഡിലേക്ക് വെക്കുന്നു. വെക്കുമാനാ വൃത്തിക്ക് വെക്ക്. അപ്പൊ നമ്മള് മണ്ഡപത്തിലേക്ക് ഇറങ്ങാനായി. എല്ലാരും റെഡിയായി സെറ്റായി. മാമി എല്ലാം എടുത്തിനെ ഒരു ഹായ് പറഞ്ഞ ഇതിലേക്ക് ഒരു ഹായ് പറഞ്ഞ എന്നാ ടെൻഷൻ ഉണ്ടോ? അങ്ങനെ കല്യാണ ചെക്കൻ്റെ ടീം എത്തി. അവരെ പോയിട്ട് കൂട്ടിയിട്ട് വരണേ ഇവരാളായില്ലേ. അപ്പൊ ഞാൻ പോയിട്ട് ഇനി വീട്ടിലുള്ള ടീമിനെ കൂട്ടിയിട്ട് വരാം. നമ്മുടെ ആനിവേഴ്സറി തൊട്ട് നമ്മുടെ എച്ചൂട്ടൻ്റെ പിറന്നാള് അങ്ങനത്തെ പേരുവിളി അങ്ങനത്തെ എല്ലാ പരിപാടിക്കും നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത ടീമാണ് കേട്ടോ. ഇൻഫിനിറ്റി ഇവൻറ്റ്സ് കേട്ടോ. പോയി അനുഗ്രഹിച്ചിട്ട് വരൂ മകളെ. നമ്മുടെ ലാലുവിന്റെ കല്യാണം ഞാൻ മൈക്കെല്ലാം വെച്ചിട്ട് കേട്ടാ. ഓണല്ലേ ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ലാലുവിനും ആരുണിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കലാണ്. ചെറുപ്പം വെച്ച് നോക്കണം അവിടെ അൻ്റെ ഇങ്ങോട്ടുന്നോ ഇവിടുന്നോ ഓക്കെ അല്ലേ? ഹാപ്പി മാരീഡ് ലൈഫ് എല്ലാം വായിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ. എന്തുണ്ട് അഭിപ്രായം? എന്ത് ഡെക്കറേഷൻ അടിപൊളി കേട്ടാ. നമ്മുടെ വിചാരിച്ചതിനെക്കാട്ട് അടിപൊളി ആക്കിയത്. നമുക്ക് കല്യാണ പെണ്ണിനോട് തന്നെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹിന്ദി അറിയാത്തത് കൊണ്ടും ഇവർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടും നമ്മള് മലയാളം പഠിപ്പിച്ചെടുത്ത് കൊച്ചു മലയാളം പഠിപ്പിച്ചെടുത്ത് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ മലയാളം. നമ്മള് കുറച്ച് മലയാളം പറയും, അപ്പൊ മനസ്സിലാവും. അപ്പൊ ഒന്ന് ചോദിക്കാന്ന് വിചാരിക്കുന്നത് എന്തുണ്ട്. ബഹുത്ത് സുന്ദർ എന്നെല്ലാം പറയൂ. നോക്കട്ടെ. സ്റ്റേജിലെ ഫോട്ടോ എടുക്കലും പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിക്കൂടല്ലേ ഭക്ഷണം കഴിക്കാൻ? ഓക്കെ ടീക്കേ. കണ്ട ഞാൻ ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ട്. എടാ ഈ ഡെക്കറേഷൻ എല്ലാം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാട്ടെ. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി ഡെക്കറേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ പോയിക്കൂടെ? എന്നാല് എല്ലാവരും പാവം ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാണ്ട് ക്ഷീണിച്ച് കുറെ നേരമായിട്ട് നിന്നിട്ട് നിങ്ങളും കഴിച്ചാ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകും കേട്ടോ. ഓക്കെ അയിത്തേട്ടാ ഒരു ഹായ് പറയാമോ? അയിത്തേട്ടാ ഒരു ഹായ് ഒന്ന് പറയടോ. ഒന്ന് ഞാൻ ഓണാക്കിയിട്ടുണ്ട് ശരിക്കും. ഓണാക്കിട്ടോ. എന്നാലും ഇങ്ങനെ ഉണ്ടാടോ നേപ്പാളിൽ നിന്ന് വന്നതെന്ന് വെച്ചിട്ട് നമ്മുടെ ചെക്കനിങ്ങനെ ഒറ്റക്ക് എത്തിക്കല്. പാലും പഴവും കൈകളിലേന്തി. അങ്ങനെ നമ്മുടെ ചീതുവിന്റെ കല്യാണം അല്ല, ചീതുവിന്റെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ചീതുവിന്റെ ഏട്ടത്തി ബാബി, ചീതുവിന്റെ ബാബിയാണ്. ബേബി അല്ല ബാബി. അതും അങ്ങനെ നേപ്പാളിൽ നിന്നല്ലേ. ചെക്കനാണ് ഇവിടെ നടുവിനായും കൊടുത്തു വിളിക്കുന്നത്. അല്ല ഓനങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ വീട്ടിൽ താല്പര്യമില്ലാത്ത ആളായത്. അപ്പോൾ ഓക്കെ